കുമ്പളങ്ങിയിൽ ഉജ്ജ്വൽ പോസ്റ്റ് ഡോക്ടറൽ പദ്ധതിയുടെ ഭാഗമായി കണ്ടൽ തൈ നടൽ സംഘടിപ്പിച്ചു. കേരള സർക്കാരിന്റെ സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന ഡയറക്ടറേറ്റ് ഡോക്ടർ നീമ ജോബിന് അനുവദിച്ച ഉജ്ജ്വൽ പോസ്റ്റ് ഡോക്ടറൽ പ്രോജക്ടിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടൽ സംരക്ഷണത്തിനായി ജനിതക വൈവിധ്യമുള്ള കണ്ടൽ തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉജ്ജ്വൽ ഫെലോഷിപ്പിന് കേരളത്തിൽ നിന്ന് 2 പേരെയാണ് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 3 വർഷക്കാലമായി സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ, കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് അവിടെ വിസിറ്റ് ചെയ്യുകയും അവിടെ നടത്തിയ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ജനിതക മാറ്റം സംഭവിച്ച കണ്ടലുകൾ കണ്ടുപിടിച്ച് നമ്മുടെ കുമ്പളങ്ങിയുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ വെയിലിന് പല ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കിട്ടും, മറ്റു പല കാര്യങ്ങളുണ്ട്. ദർ ഇസ് ലോട്ട് ഓഫ് ഹെൽപ്പ്. സൺലൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ലൈഫേ ഇല്ല. സോ സൺ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിനോമിനൻ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിനോമിനൻ ആണ്. അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലതാണ്. എന്ന് വെച്ചും നട്ടുച്ച വെയിലത്ത് വന്ന് നിൽക്കണമെന്നല്ല. ബട്ട് ഫീൽഡ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് പോസിറ്റീവ്. ഫീൽഡ് ഈസ് ദി ബെസ്റ്റ് പ്ലേസ് ടു എക്സ്പ്ലോർ സയൻസ് ആസ് വെൽ ആസ് experience nature. We are just part of nature. അപ്പോൾ പാർട്ട് ഓഫ് നേച്ചറിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നേച്ചർ റെസ്റ്റോറേഷനിലേക്ക് പോകാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ്. കുമ്പളങ്ങി സ്വദേശിയായ ഡോക്ടർ നീമ ജോബിന്റെ ഗവേഷണത്തിലൂടെ ലഭ്യമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ റൈസോഫോറ മുക്രോനാറ്റ ഇനത്തിലെ ജനിതക വൈവിധ്യമുള്ള പ്രത്യേക ജനവിഭാഗത്തെ തിരിച്ചറിഞ്ഞു. കേരള തീരപ്രദേശങ്ങളിലുടനീളം നടത്തിയ 3 വർഷത്തെ ഗവേഷണത്തിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് മാൻഗ്രൂവ് പരിസ്ഥിതിയുടെ ശാസ്ത്രീയ സംരക്ഷണവും പുനരുദ്ധാരണവും ശക്തിപ്പെടുത്തുന്നതിനായി ജനിതക വൈവിധ്യമുള്ള കണ്ടൽ തൈ നട്ടുപിടിപ്പിക്കൽ നടത്തിയത്. ധനസഹായം നൽകിക്കൊണ്ടുള്ള ഉജ്ജ്വൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റിയാണ് ഇന്നിവിടെ കണ്ടൽ തൈ നടൽ നടന്നത്. 3 വർഷത്തെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ റൈസോഫോറ മ്യൂക്കർനേറ്റ യൂസിങ് SSR മാർക്കേഴ്സ് ആണ് നമ്മൾ ചെയ്ത വർക്ക്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള റൈസോഫോറ മ്യൂക്കർനേറ്റ വിഭാഗത്തിലെ ജൈവ അടിസ്ഥാന സൗകര്യം എന്ന് ലോകത്ത് വിളിക്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ കണ്ടൽ. അപ്പോൾ ആ കണ്ടലിന്റെ ജനിതക മാറ്റത്തെ കുറിച്ചാണ് ഡോക്ടർ ഈസ് ഡൂയിങ് ഹെർ പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസ്. അതൊരു കുമ്പളങ്ങിക്കാരിയായാലും നമുക്ക് അഭിമാനിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്ത് പല രാജ്യങ്ങളിലും, തായ്ലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾ, കൂടാതെ മാൻഗ്രോവ് സസ്യങ്ങൾ കാർബൺ ശേഖരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുന്നതിലും ഈ പ്രവർത്തനം സഹായകരമാണ്. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി പ്രമുഖ ശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ മുഹമ്മദ് ഹാത്ത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മെന്റർ ഡോക്ടർ നെവിൻ KG കണ്ടൽ തൈ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണവും കണ്ടൽ പരിസ്ഥിതി പുനരുദ്ധാരണവും ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച പരിപാടിയിൽ ഡോക്ടർ ലിംന മോൾ VP, ഡോക്ടർ രേഷ്മി P, ഡോക്ടർ ബൈജു PT, ഡോക്ടർ നെൽസൺ ലൂയിസ്, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഗരറ്റ് ലോറൻസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി ജൂഡ്, ടെസി ജേക്കബ്, ഗോപി കരക്കോടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PA പീറ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ TD സജീവൻ, ജാസ്മിൻ രാജേഷ്, കുമ്പളങ്ങി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ NP ശിവദത്തൻ എന്നിവരും KUFOS വിദ്യാർത്ഥികളും പ്രാദേശിക ജനങ്ങളും പങ്കെടുത്തു. കണ്ടൽ കാടുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കല്ലേൽ പൊക്കൂടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കണ്ണൂർ ജില്ലയിലുള്ള കല്ലേൽ പൊക്കൂടൻ, കണ്ടൽ പൊക്കൂടൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കണ്ടൽ കാടുകളിൽ മാത്രം അധിവസിക്കുന്ന ഒരാളായിരുന്നു. കണ്ടൽ കാടുകളെ ഇത്രയും സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ കുമ്പളങ്ങിയിൽ ഒരു കണ്ടൽ പൊക്കൂടൻ ഉണ്ടായിരുന്നു. കണ്ടൽ നടാനുള്ള മാൻഗ്രൂവ് പ്രൊപ്പഗേഷൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കണ്ടൽ ജൈവ വൈവിധ്യം മറ്റേ കണ്ണൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, കണ്ണൂർ തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ സ്ഥലത്തും ഐഡന്റിഫൈ ചെയ്ത് ഓരോ സ്ഥലത്തും സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഐഡന്റിഫൈ. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.